പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു ജനകീയ ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റ് സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ബഡ്ജറ്റല്ല. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അന്ന് വൈസ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അതിഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ് എന്നും ആ പ്രതിസന്ധി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ ഒരു ഭരണഘടനാ ചത്വരം നിർമ്മിക്കുമെന്നായിരുന്നു അന്ന് നമുക്ക് നൽകിയ വാഗ്ദാനം. ആ വാഗ്ദാനം പൂർണ്ണമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് എല്ലാവർക്കും പിന്തുണ നൽകാൻ സാധിക്കുന്നൊരു ബഡ്ജറ്റാണ് എന്ന കാര്യം നമ്മൾ കാണണം. ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികാര മനോഭാവം, ആ പ്രതികാര മനോഭാവത്തിനെതിരായി ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ്. സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞെന്താ, ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തനത് വരുമാനം 70% വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക്, കൃഷിക്കാർക്ക് അനുകൂലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതുതന്നെയാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് പറയുന്നത്. നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക. ഏതൊക്കെയാണ് തനത് വരുമാനം? കൂത്താളി തുടങ്ങിയ 5 ഫാമുകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം സ്വാഗതാർഹമല്ലേ? 5 നമ്മുടെ ഫാമുകളുടെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ആധുനിക സൗകര്യത്തോടുകൂടി ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ നീക്കി വെക്കുന്നു. ഇത് എല്ലാം തന്നെ എല്ലാ മെമ്പർമാരെയും കൂട്ടി യോജിപ്പിക്കുന്ന ബഡ്ജറ്റാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ സ്മാർട്ട് ഫ്രണ്ട് ഓഫീസ്, നമ്മളിതുവരെ കേൾക്കാത്തൊരു പദ്ധതിയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്ന ഏത് മേഖലയിലേക്കും വരുന്ന ആളുകളെ തിരിച്ചുവിടാൻ വേണ്ടി സ്മാർട്ട് ഓഫീസ്, ഫ്രണ്ട് ഓഫീസ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണ്. കേന്ദ്ര ബഡ്ജറ്റ് നിങ്ങൾ നോക്കുക, കാർഷിക മേഖലയ്ക്ക് ഒരു പൈസ പോലും വെച്ചിട്ടില്ല. കൃഷിക്കാർ വളരെ വേദനയോടുകൂടിയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുകയാണ്. എന്നാൽ ഈ ബഡ്ജറ്റിൽ ബോസിനറിയാം, ഈ ബഡ്ജറ്റിൽ പൂർണ്ണമായും കൃഷിക്കാരെ താലോലിക്കുന്നൊരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് എന്ന് നമ്മൾ കാണണം. കുറ്റ്യാടിത്തേങ്ങയെ ഭൗമസൂചിക പദവിയിൽ ഉയർത്താനുള്ള പദ്ധതി കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവേൽകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനായി 5 ലക്ഷം രൂപയാണ് നീക്കിവെച്ചത്. ആ 5 ലക്ഷം രൂപ നീക്കിവെച്ചു എന്ന് മാത്രമല്ല, ഫാമുകളിലെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്നുള്ള ഏറ്റവും നൂതനമായ ഒരാശയമാണ് മുന്നോട്ട് വെച്ചത്. ഫാം ഫെസ്റ്റ് ഇതുവരെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഫാം ഫെസ്റ്റ്, ആ ഫാം ഫെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽ കൗണ്ടർ, ഫാമുകളിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി സെയിൽ കൗണ്ടർ എന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ സോളാർ ഫെൻസിങ് പദ്ധതിക്ക് 33 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത്. 33 ലക്ഷം രൂപ മാറ്റിവെച്ചു. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തരിശ് നിലയങ്ങളിൽ സബ്സിഡിക്കായി 15 ലക്ഷം രൂപ, സബ്സിഡിക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചു. അതുപോലെ തന്നെ തരിശ് നിലയങ്ങളെ നെൽകൃഷി, കൈപ്പാട് കൃഷി എന്നിവയ്ക്കായി 13 ലക്ഷം രൂപയും
കാർഷിക വിപണന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള തീരുമാനവും കാർഷിക മേഖലയ്ക്ക് ഉണർവേകുന്ന നിരവധി പദ്ധതികളായിട്ട് നമുക്ക് കാണണം. കാർഷിക മേഖലയ്ക്ക് നീക്കിവെച്ചത് 4,09,80,000 രൂപയാണ് മാറ്റിവെച്ചത്. നിങ്ങൾ എല്ലാ മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ മതി. ഉൽപ്പാദന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിക്കപ്പെട്ടത് കൃഷിക്കാരെ കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതികൾക്കാണ് എന്ന് നമ്മൾ കാണണം. അതേപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നിരവധിയായ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം ഈ ബഡ്ജറ്റിൽ തന്നെ അനുവദിക്കണമെന്നാണ് എനിക്ക് വൈസ് പ്രസിഡന്റ് അഭ്യർത്ഥിക്കാനുള്ളത്. ബാക്കി എല്ലാ മേഖലകളും നമ്മൾ എത്തിയിട്ടുണ്ട്. തൊഴിൽ പരിശീലന കേന്ദ്രം അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലകളിലെ നിരവധി പദ്ധതികൾ, ആയുർവേദമായിക്കോട്ടെ, അതേപോലെ യുനാനി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എല്ലാ വടകര ഗവൺമെൻറ് ജില്ലാ ആശുപത്രി ആയിക്കോട്ടെ, ഇവിടെയെല്ലാമുള്ള നൂതനമായ കോടിക്കണക്കിന് രൂപയാണ് ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളത്. ആ മാറ്റിവെച്ച പ്രവർത്തനങ്ങളെല്ലാം വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പദ്ധതി ക്യാൻസർ കെയർ സെൻറ്റർ യാഥാർത്ഥ്യമാകണം. നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതിനിപ്പോൾ പറഞ്ഞത് തെങ്ങിലക്കടവ് ഭൂമി വിട്ടുകിട്ടാനുള്ള നടപടി ഉടൻ പൂർത്തിയാക്കുമെന്ന പൂർത്തിയാക്കാൻ ആവശ്യമായ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉള്ള സംസാരവും അതിൻ്റെ തീരുമാനവും ഉടൻ എടുക്കാനുള്ള ഒരു വേഗത ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയാണ്. ആയിരക്കണക്കിന് ജീവനക്കാർ ഓരോ ദിവസവും എത്തിടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം. ഈ സിവിൽ സ്ത്രീകൾ വരുന്നു, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്, ആയിരക്കണക്കിന് സാധാരണക്കാരായ ആളുകൾ ആവശ്യങ്ങൾക്ക് വരുന്നു. അത്തരം ആളുകൾക്ക് ക്യാമ്പസിൽ ഒരു ഡിസ്പെൻസറി അനുവദിക്കും എന്നത് വളരെ ഈ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആളുകളെയും അവരെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ആ അഭിമാനകരമായ പദ്ധതിക്ക് 50 ലക്ഷം മാറ്റിവെച്ചിട്ടുണ്ട്. ആ 50 ലക്ഷം മാറ്റിവെച്ച അഭിമാനകരമായ പദ്ധതി നമ്മെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനീയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പൊതുമരാമത്ത് മേഖല, ഉൽപ്പാദന മേഖല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, മൃഗസംരക്ഷണ മേഖല, പട്ടികജാതി പട്ടികവർഗ മേഖല, ഈ രംഗങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ നിരവധി പദ്ധതികൾക്കാണ് ഈ ബഡ്ജറ്റ് തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, എല്ലാവർക്കും ആരോഗ്യ സുരക്ഷ, എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു എന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതികൾക്കാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ബഡ്ജറ്റ് മുന്നോക്കം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും പറയാം, അതിവേഗം കുതിക്കുന്ന പുതിയ ലോകത്തിന് മാതൃകയാണ് ഈ ബഡ്ജറ്റ്. അത് നമുക്കറിയാം, ലഘുവ്യായാമത്തെപ്പറ്റി പറഞ്ഞു. ഇവിടെ ലഘുവ്യായാമം ജീവിതശൈലി രോഗങ്ങൾ ഏറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വന്ന് പിന്നെ ക്യാൻസർ ആവുന്നു, അതുപോലത്തെ കിഡ്നി പ്രശ്നമാവുന്നു. ഇതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ ആളുകൾക്കും ലഘു വ്യായാമ രീതികൾ പരിശീലിപ്പിക്കുന്നതിൽ വാർഡുകളിൽ വെച്ച് തന്നെ ആ പരിശീലനം തുടങ്ങും എന്ന് പറഞ്ഞത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ്, വിദ്യാർത്ഥികളെയും യുവാക്കളെയും. അതുപോലെ ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചത്. ഈ നാളെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എല്ലാ ചെറുപ്പക്കാരും അതുപോലത്തെ സ്കൂളുകളെയും എല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഏകദേശം മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഏറ്റവും വലിയ, അതായത് അതിന് പറയുന്ന പേര് തന്നെ നോക്കുക നിങ്ങൾ, മില്യൺ ബ്ലഡ്ജ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഇത് മാതൃകാപരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളെയും ചേർത്ത് പിടിക്കുന്ന ഈ ബഡ്ജറ്റ്
അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദ്യമായി പുതിയ കാലത്തിനനുയോജ്യമായി സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ സംവിധാനം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുകരിക്കാവുന്ന രീതിയിൽ ഇങ്ങനെയൊരു ഈ ബഡ്ജറ്റിന് രൂപം നൽകി അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റിനെ വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യുവാനും ആദ്യമായി ഈ സന്ദർഭം വിനിയോഗിക്കുക. ചെറുപ്പക്കാരായ ആളുകൾ ഇതുപോലെ ഉള്ള സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വ്യത്യസ്തവും മനോഹരവുമാക്കി വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനത്തിന് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമായി തോന്നുന്നത്. വീണ്ടും പലയിടങ്ങളിലും ഇതുപോലെയുള്ള ബജറ്റുകൾ വരും കാലങ്ങളിലും അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുവാൻ കൂടെ ആദ്യമായി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഈ ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയിൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ്. അതുകൊണ്ട് തന്നെ പക്ഷഭേദത്തിലപ്പുറമായി ജനാധിപത്യ രീതിയിൽ ഈ ബജറ്റിനോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ജില്ലയിലെയും ഈ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകമായ സാഹചര്യത്തിൽ ആവശ്യമായ പദ്ധതികളോ പ്രവർത്തനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനോഹരമായ ഭൗതികമായ സാഹചര്യങ്ങൾ ഡിജിറ്റൽ മീഡിയ ഉപയോഗപ്പെടുത്തിയുള്ള അവതരണ ശൈലിയാണ്. അതിമനോഹരമായ പദപ്രയോഗങ്ങളുണ്ട്. നല്ല പുസ്തകമാണ്, നല്ല ഭാഷാ ശൈലിയാണ്, നല്ല അവതരണമാണ്. ഓരോ പ്രഖ്യാപനത്തോടൊപ്പവും ഫോട്ടോഗ്രാഫിയുടെ നൂതനമായ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി അതിസുന്ദരമായി സിനിമാ താരങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ വർണ്ണശബളമായ പോസ്റ്ററുകളുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ പോലും പ്രഖ്യാപനത്തിൻ്റെ വഴിക്കും യാഥാർത്ഥ്യത്തിൻ്റെ വഴിക്കുമായി പോകുന്ന ഒരു ബജറ്റായി ഈ ബജറ്റ് പ്രഥമദൃഷ്ട്യാ തോന്നുകയാണ്. പണ്ടുകാലത്ത് മലർപ്പൊടിക്കാരനായ ഒരു ബ്രാഹ്മണൻ മലർപ്പൊടി വിറ്റ് ഗത്യന്തരമില്ലാതെ ജീവിക്കുന്ന പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ ഒരു രാത്രി സ്വപ്നം കാണുകയാണ്. ഒരു പശുവിനെ വാങ്ങുകയും ആ പശുവിന് പാല് എടുക്കുകയും വെണ്ണയും നെയ്യും തൈരും മോരുമെല്ലാം കച്ചവടം ചെയ്ത് പശുവിനെ കിടാക്കളായി ആ കിടാക്കളെ വിറ്റ് വലിയ ധനികനായി മാറുന്നതുമെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് വലിയ സപ്രപഞ്ചക്കട്ടിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കാലൊന്ന് ഇങ്ങനെ വെച്ചപ്പോൾ പിറ്റേന്ന് വിൽക്കാനുള്ള മലർപ്പൊടി പോലും മറിഞ്ഞ് പിറ്റേന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമെന്ന് നമ്മൾ നാട്ടിൻപുറത്ത് പറയാറുള്ളത്. നിർഭാഗ്യവശാൽ വൈസ് പ്രസിഡന്റിൻ്റെ ബജറ്റ് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമായി മാറുന്നു എന്നാണ് യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തോന്നുന്നത്. പല പ്രഖ്യാപനങ്ങളും ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. സുരേഷ് മാഷ് ഇവിടെ പറഞ്ഞവസാനിപ്പിച്ചത് ക്യാൻസർ കെയർ സൊസൈറ്റിയെക്കുറിച്ചാണ്. ക്യാൻസർ കെയർ സൊസൈറ്റി എന്നുള്ളത് ഈ ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്യാവശ്യമായി ഉണ്ടാവേണ്ടുന്ന ഒന്നാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയും ജീവൽ ജ്യോതി പദ്ധതിയുമൊക്കെ ഈ ജില്ലയിലെ നിരാലംബരായ രോഗികൾക്ക് ആശ്രയമായി വർഷങ്ങളായി നടന്നു വരികയാണ്. അതിൻ്റെ തുടർച്ചയാണ് ക്യാൻസർ കെയർ സൊസൈറ്റി എന്നുള്ളത്. പക്ഷേ തെങ്ങിലക്കടവ് ക്യാൻസർ കെയർ സൊസൈറ്റി ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ച് 2 വർഷം പൂർത്തിയാവുകയാണ്. പക്ഷേ ഇതുവരെ കഴിഞ്ഞ 2 ബജറ്റിലും ഈ ക്യാൻസർ കെയർ സൊസൈറ്റിയെക്കുറിച്ച് വാചാലമായി സംസാരിച്ചു പോയതാണ്. പക്ഷേ ഇതുവരെ സർക്കാരിൽ നിന്ന് ഭൂമി ലഭ്യമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുവാൻ യാഥാർത്ഥ്യമാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി താല്പര്യപൂർവ്വം സ്റ്റെപ്പെടുത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച് മന്ത്രിതലങ്ങളിൽ പോകേണ്ടെങ്കിൽ മന്ത്രിതലങ്ങളിൽ പോയി സർക്കാരിനെ സമീപിക്കേണ്ടത് സർക്കാരിനെ സമീപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെയും ഇവിടെയുമുള്ളത്. അതുപ്രകാരമുള്ള സ്വാധീനം ചെലുത്തി എങ്ങനെയാണോ അത് വാങ്ങിയെടുക്കാൻ നിർഭാഗ്യവശാൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ഇപ്പോഴും
അതിൻ്റെ ആവർത്തനമായി മൂന്നാമത്തെ ബജറ്റിലും അവിടെ ക്യാൻസർ കെയർ സൊസൈറ്റി എന്ന് അലക്ഷ്യമായി പറഞ്ഞു പോവുകയല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റോരോ പ്രഖ്യാപനങ്ങളും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ഒന്നായിരുന്നു സിവിൽ സർവീസ് അക്കാദമി എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് യോഗ്യത നേടുന്ന, സിവിൽ സർവീസിന് യോഗ്യത നേടുന്ന ഒരു പുതിയ കാലത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ തുടക്കമെന്നായിരുന്നു നമ്മളെല്ലാം വിശ്വസിച്ചിരുന്നത്. പക്ഷേ കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം നടത്തി. എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ എൻട്രൻസ് പരീക്ഷ എഴുതി അതിൽ നിന്ന് മാർക്ക് വാങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട് ആ സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനത്തിന് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും വന്നുകൊണ്ട് വലിയ കെങ്കവുമായി ഉദ്ഘാടനം നടത്തി. പക്ഷേ ഉദ്ഘാടനമല്ലാതെ അതിന് സർക്കാർ അനുമതി നിഷേധിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഈ ഭരണസമിതിയോട്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നമ്മുടെ അക്കാദമിയിൽ നിന്ന് കോച്ചിങ്ങിൽ ചേർന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ആ എൻട്രൻസ് പരീക്ഷ എഴുതിയതായി നമുക്ക് പറയാൻ കഴിയുമോ? സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്ന പദ്ധതികൾ ഏത് എന്ന് തിരിച്ചറിയുവാനും അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങാൻ സാധിക്കുന്ന പദ്ധതികൾ ഏത് എന്ന് തിരിച്ചറിയുവാനും കഴിയാതെ കയ്യടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പത്രവാർത്തയ്ക്ക് വേണ്ടിയോ പ്രഖ്യാപനങ്ങളുടെ പെരുമഴക്കാലം സൃഷ്ടിക്കുന്നതല്ല ഒരു യാഥാർത്ഥ്യബോധത്തിലുള്ള ബജറ്റ് എന്ന കാര്യം ഉൾക്കൊണ്ടേണ്ടതുണ്ട് നമ്മളെല്ലാവരും. ഇവിടെ ഏറ്റവും വലിയ പ്രഖ്യാപനമായുള്ളത്, ആദ്യത്തെ പ്രഖ്യാപനം എന്നുള്ളത് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. കാലമേറ്റെടുക്കേണ്ട, നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ട ഒരു പോരാട്ടമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം. അഫാൻ എന്ന പേരുള്ള 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ 5 കൊലപാതകങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിർവഹിച്ച് 8 മണിക്കൂറിലധികം നേരം സ്വൈര്യവിഹാരം നടത്തിയ ഒരു നാടാണ് ഈ കൊച്ചു കേരളം. ആ വാർത്തകൾ ഞെട്ടലോടുകൂടിയല്ലാതെ നമുക്കൊന്നും കേൾക്കാൻ കഴിയില്ല. ഇവിടെ താമരശ്ശേരിയിലാണ്, നമ്മുടെ ജില്ലയിലാണ്, താമരശ്ശേരി ഈങ്ങാപ്പുഴയിലാണ് ശിവല എന്ന പേരുള്ള സ്വന്തം ഭാര്യയെ നോമ്പ് തുറക്കുന്ന സമയത്ത് ലഹരിക്കടിമയായ ഭർത്താവ് വന്ന് കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാസലഹരി എന്നുള്ളത് നിയന്ത്രണത്തിനതീതമായി സർവസീമകളും ലംഘിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളെപ്പോലും നിഷ്കരുണം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ആ രാസലഹരിക്കെതിരെയുള്ള പോരാട്ടം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ യാഥാർത്ഥ്യബോധത്തിലൂ നിന്നുകൊണ്ട് ചോദിക്കുന്നു, ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ബാലുശ്ശേരിയിൽ നൈറ്റ് മാർച്ച് നടത്തിയാൽ ലഹരി മാഫിയ കീഴടങ്ങും എന്ന് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ നേരത്തെ സുരേഷ് മാഷ് സൂചിപ്പിച്ചതുപോലെ മില്യൺ പ്ലഡ്ജ് നടത്തിയാൽ കീഴടങ്ങുന്നതാണോ ലഹരി മാഫിയയുടെ വ്യാപനം? അങ്ങനെ ബോധവൽക്കരണം നടത്തി, നൈറ്റ് മാർച്ച് നടത്തി, ഈ ഡേ ടു ക്യാമ്പയിനിങ് നടത്തിയാൽ ലഹരി മാഫിയെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാലം കഴിഞ്ഞുപോയി. ഇവിടെ വേണ്ടത് നിയമപരമായി ലഹരി മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെ മൂവ്മെന്റ് സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മൾ ഉയർന്നു വരേണ്ട ചർച്ചയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമാണ്. കേരളത്തിൽ ലഹരി മാഫിയ നിയന്ത്രിക്കണമെങ്കിൽ ലഹരി മാഫിയയുടെ ഉറവിടം, കേരളത്തിലേക്ക് വരുന്ന ഉറവിടം ഇല്ലാതാക്കണം. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ, കേരളത്തിൻ്റെ കവാടങ്ങളിലൊക്കെ ഉണ്ടാവുകയാണ് പ്രാഥമികമായി വേണ്ടത്. ചേളന്നൂരിൽ കഴിഞ്ഞയാഴ്ച കോഴിക്കോട് ജില്ലാ കലക്ടർ ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചത്, കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് കേരളം ഇത്രയേറെ ലഹരിക്ക് അടിമയായി മാറിയത് എന്നാണ്. ഞങ്ങൾ പറയുന്നു, 10 വർഷത്തിൽ 8 വർഷവും ഭരിച്ചത് ഹൃദയപക്ഷമായ ഇടതുപക്ഷമാണ്. അതിൻ്റെ നായകൻ ശ്രീ പിണറായി വിജയനാണ്. എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലഹരി മാഫിയയുടെ കൂടാരമായി, കേന്ദ്രമായി കേരളത്തിൻ്റെ ഹബ്ബുകൾ മാറിയത് എന്ന് ചിന്തിക്കാനും ചർച്ച ചെയ്യുവാനും അതിനെതിരെയുള്ള പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കണം. നമ്മൾ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ലഹരിക്കെതിരെ കൊണ്ടുവന്ന ഒരു പദ്ധതിയെക്കുറിച്ച് സാന്ദർഭികമായി ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിം നിർമ്മിച്ചു. ലഹരി മാഫിയക്കെതിരായി വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ, ഈ വിദ്യാലയങ്ങളിൽ കാണിക്കുവാനൊക്കെ വേണ്ടി എക്സൈസ് വകുപ്പ് മന്ത്രി വന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഉദ്ഘാടന മാമാങ്കം നടത്തിയതല്ലാതെ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ, ഏതെങ്കിലും ഒരു തെരുവുകളിൽ, ഏതെങ്കിലും ഒരു മറ്റിടങ്ങളിൽ ആ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചതായി നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രദീപ് ഹുഡിനോ എന്ന മാജിക്കുകാരനെ കൊണ്ടുവന്ന് മേജിക് ഷോ നടത്തുമെന്ന പ്രഖ്യാപനം നടത്തി ഫണ്ട് വകയിരുത്തി. ദൈവം സഹായിച്ച മേജിക് ഷോ ആരും കണ്ടിട്ടില്ല. ആ ഫണ്ടും പിന്നെ ഇവിടെ പോയി എന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പ്രവർത്തനത്തിനല്ല ലഹരി മാഫിയ ഏത് പ്രവർത്തനമായിരുന്നാലും നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിനായിരിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. വന്യമൃഗ ശല്യങ്ങൾക്കെതിരായുള്ള പ്രവർത്തനത്തിന് നീക്കിവെച്ച തുക അപര്യാപ്തമാണ് എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് മറ്റ് മലയോര മേഖലകളിൽ മാത്രമായിരുന്നു ഇന്നലകളിൽ പന്നിശല്യവും വന്യമൃഗശല്യവുമെങ്കിൽ ഇന്ന് നാട്ടിൻ പുറത്തുകൂടെ
അത് വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഫെൻസിങ്ങിന് വേണ്ടി കൂടുതൽ തുക വകയിരുത്തുന്നത് നന്നായിരിക്കും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, പുലർക്കാലം പദ്ധതിയും കൃഷിപാഠം പദ്ധതിയും എല്ലാം എത്രത്തോളം വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പുനർവിചിന്തനം, ഒരു മോണിറ്ററിംഗ് നടത്താൻ ഈ വർഷമെങ്കിലും നമ്മൾ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒന്ന്, ഈ കഴിഞ്ഞയാഴ്ചയാണ് നമ്മളൊരു വാർത്ത കേട്ടത്. എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള MJ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഷഹബാസ് എന്ന് പറയുന്ന +1 വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരു മറ്റ് സ്കൂളിലെ ഗ്യാങ്ങുകളുമായുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്തയാണ്. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോഴും തമ്മിൽ പിണക്കങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ വീണുപോയ മിഠായി ആരെടുക്കുന്നു എന്നതിനെ ചൊല്ലിയായിരുന്നുവെങ്കിൽ, നമ്മളുടെയെല്ലാം സ്കൂൾ കാലത്തുണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഏതെങ്കിലും പെന്നിൻ്റെയോ കടലാസിൻ്റെയോ പേരിലായിരുന്നുവെങ്കിൽ, ഇന്ന് ആ തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ജീവനെടുക്കുന്ന തരത്തിൽ മാത്രമല്ല, അവൻ്റെ കണ്ണു നോക്കൂ കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നു എന്ന് ഇൻസ്റ്റാഗ്രാം ചാറ്റിലൂടെ പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ 74 കൗൺസിലർമാർക്ക് കഴിഞ്ഞ അധ്യയന വർഷം പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് നിയമിക്കേണ്ടിയിരുന്ന 74 കൗൺസിലർമാർ ഇന്റർവ്യൂ നടത്തി മറ്റു പല കാര്യങ്ങളും നടത്തി അധ്യയന വർഷം അവസാനിച്ച സന്ദർഭത്തിലാണ് 74 കൗൺസിലർമാരെ ജില്ലാ പഞ്ചായത്ത് തീരുമാനിക്കുന്നത്. മാർച്ച് മാസത്തിൽ പരീക്ഷ കഴിഞ്ഞ് ഈ സ്കൂളുകൾ അടയ്ക്കും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ അധ്യയന വർഷം ആ കൗൺസിലർമാരെ നിയമിച്ചത് എന്ന്, അങ്ങനെ നിയമിക്കാത്തത് കൊണ്ട് ഈ ജില്ലയിലെ സ്കൂളുകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക്, വയലൻസിന്, കുട്ടികളുടെ മാനസികമായ പീഡനങ്ങൾക്ക് ഒരു പരിധിവരെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ജില്ലാ പഞ്ചായത്ത് കാരണക്കാരായിട്ടുണ്ട് എന്ന് തലകുനിച്ച് സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. കൂടുതൽ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ ബജറ്റിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോരായ്മകളെ തിരുത്തി മറ്റ് ജനോപകാരപ്രദമായ നമ്മുടെ ജലഭൂമിയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പൂനൂർ പുഴ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മണവാട്ടിയെ പോലെയായിരുന്നു ഒരു കാലത്ത്. ആ പൂനൂർ പുഴ ഇന്ന് ആകെ വൃത്തിഹീനവും മലീമസവുമായി പൂനൂർ പുഴയുടെ പല ഭാഗങ്ങളും കയ്യേറിപ്പോവുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ ബോഡി എന്ന നിലയിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് പൂനൂർ പുഴയെ പോലെയുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. നിർഭാഗ്യവശാൽ അങ്ങനെയൊരു വാക്കുപോലും ഇവിടെ ഈ വൈസ് പ്രസിഡന്റിന്റെ ബജറ്റിൽ കാണുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്. മറ്റംഗനവാടി വർക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അംഗൻവാടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മനഃപൂർവ്വമോ അല്ലാതെയോ വിട്ടുകളഞ്ഞ ഒരു പേരാണ് ആശാ വർക്കർമാരുടെ പേര്. ആശാ വർക്കർമാർ എന്നുള്ളത് കേരളത്തിലെ സാമൂഹ്യ മേഖലയിൽ, കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നാണ്. ആശാ വർക്കർമാരുടെ ദേശീയ സംഘടനയുടെ ദേശീയ സെക്രട്ടറി നമ്മുടെ ബോഡിയിലെ അംഗമാണ് എന്നുള്ളത് കൂടെ കണക്കിലെടുത്തുകൊണ്ട് ആശാ വർക്കർമാർ 42 ദിവസമായി കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരമിരിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കാൻ അനുവദിക്കാത്ത സർക്കാരിനെതിരെയുള്ള ജീവൻ മരണ പോരാട്ടം നടത്തുന്നത്. പ്രിയപ്പെട്ട ആ സംഘടനയുടെ നേതാവ്, നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹപ്രവർത്തക ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ അഖിലേന്ത്യാ ഭാരവാഹി എന്ന നിലയിൽ ഹരിയാനയിൽ അവർ സമരത്തിൽ പങ്കെടുത്തിരിക്കാം. ഹരിയാനയിൽ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അവർ വിളിച്ച മുദ്രാവാക്യവും അവർ പ്രസംഗിച്ച പ്രസംഗവുമൊക്കെ അവിടെയുള്ള സംസ്ഥാന സർക്കാർ ഇവർക്ക് വേതനം കൊടുക്കണം എന്നാണ്. കർണാടകയിലെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർണാടകയിലും വിളിച്ച സംസ്ഥാന സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യമാണ്. ഇവിടെ മാത്രം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രം തരുന്നില്ല എന്നുള്ള ന്യായം പറയുന്നത് വഴുതിമാറലാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കർണാടകയിൽ ആശാ വർക്കർമാർ സമരം ചെയ്തപ്പോൾ സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രി അവരെ വിളിച്ചുകൊണ്ട് ചർച്ച നടത്തി 10,000 രൂപ വേതനമാക്കി വർദ്ധിപ്പിച്ച് ഹെൽത്ത് സെക്രട്ടറിയെ ഈ സമരപ്പന്തലിലേക്ക് പറഞ്ഞയച്ചാണ് പ്രശ്നം തീർത്തതെങ്കിൽ, അതേ മാതൃക തുടരാൻ കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും കഴിയട്ടെ എന്നുകൂടെ ആഗ്രഹിച്ചുകൊണ്ട് ആശാ വർക്കർമാരെ ചേർത്ത് പിടിക്കുന്ന സമീപനം കൂടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് ഉണ്ടാവണം. എല്ലാ നല്ല കാര്യങ്ങളോടും ഒപ്പം നിൽക്കുന്നതോടൊപ്പം ഈ പാളിച്ചകൾ തിരുത്തി കാണിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളുന്നു. മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുമെന്ന് അഭ്യർത്ഥിക്കുന്നു. കക്ഷി നേതാക്കൾക്ക് സമയം ബാധകമല്ലാന്ന്. ഓക്കെ, അല്ല, ഒരു കക്ഷി കഴിഞ്ഞേ, ഇനി ഒരു കക്ഷി നിങ്ങളല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്ത ദുൽക്കി. സമയം ക്രമീകരിച്ച് സംസാരിച്ചാൽ നമുക്ക് സൗകര്യമാണ്. ഓക്കെ.
മുണ്ടിന് ബെൽറ്റ് ഉണ്ട്. ആദ്യമായി ഈ ബഡ്ജറ്റ് എന്ന വളരെ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിനനുസൃതമായി എല്ലാ മേഖലയിലും വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റെയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും അഭിനന്ദിക്കുകയാണ്. ഞാൻ സുരേഷ് ഏട്ടൻ പറഞ്ഞിരുന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മൾ ബഡ്ജറ്റ് വായിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയമൊന്നും ഉണ്ടാവാറില്ല. അത് യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ് നമ്മളെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൽ പലതരത്തിലുള്ള അതിർവരമ്പുകളും അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ കടന്നു വരാം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മാസത്തിൻ്റെ പ്രത്യേകത മുതൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളുടെ പ്രത്യേകത വരെ ചിലയിടങ്ങളിൽ അദ്ദേഹം വളരെ കൗതുകത്തോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹം പലതും ഒളിപ്പിച്ച് ഈ ബഡ്ജറ്റിലൂടെ വ്യക്തമാക്കാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിലേതായാലും ഞാൻ കൊത്താൻ തയ്യാറല്ല, പ്രത്യേകിച്ച് 7ാമത്തെ പോയിൻ്റ് ഉൾപ്പെടെ. നമുക്കറിയാം, ഫാസിസം എന്ന് പറയുന്നത് നമ്മുടെ നാടിൽ എല്ലാ മേഖലയിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ചർച്ച ചെയ്യപ്പെടണം. ജനാധിപത്യം എല്ലായിടങ്ങളിലും പുലരണം. ജനാധിപത്യ സ്വഭാവം എല്ലാവർക്കും വേണം. പക്ഷെ നമ്മളെ ഭരണസമിതിയിൽ ഉൾപ്പെടെ ഇതിൻ്റെ പ്രേതബാധ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും. നമ്മൾ പല ചർച്ചകൾക്കും നമുക്ക് താല്പര്യമുണ്ടാവാറില്ല. ഇപ്പോൾ ഇതിൽ തന്നെ പലപ്പോഴായി കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയൊക്കെ ചില രീതിയിലൊക്കെ തൊട്ടുപോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിലൊറ്റ കാര്യം മാത്രമേ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട ഞങ്ങളുടെ കക്ഷി ഉപനേതാവ് നാസർക്ക് ഇവിടെ ഉണ്ട്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എത്ര മനോഹരമായിട്ടാണ് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഗവൺമെൻറ്റിന് സ്ഥലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് 100 വീട് വെച്ചു കൊടുക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയ ഒരു മാതൃക ഈ സംസ്ഥാനത്ത് പ്രതിപക്ഷത്തുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കുറ്റപ്പെടുത്തൊക്കെ ചെയ്യാം. ജനാധിപത്യത്തിന് വേണ്ടി എല്ലായിടങ്ങളിലും ഒരേ സ്വരം നമ്മൾ സംസാരിക്കുമ്പോഴും അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരാമർശങ്ങൾ വേണമായിരുന്നു എന്നുള്ളതാണ് എനിക്കവിടെ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ സംസാരിച്ച കാര്യത്തിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് അവതരിച്ച ബഡ്ജറ്റിലെ കണക്കുകൾ എനിക്ക് ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നതായി ഞാൻ കാണുന്നില്ല. നമ്മൾ തുടക്കം കുറിച്ചത് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഭരണസമിതി. 162 കോടി രൂപ നമുക്ക് ലഭിക്കുമെന്നും അതിനനുസരിച്ച് 147 കോടി രൂപയുടെ ഒരു വലിയ ബഡ്ജറ്റും സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഭരണസമിതി അടിച്ച ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എത്രയോ പിറകിലാണ് നമ്മൾ കണക്ക് കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിനാരാണ് ഉത്തരവാദി? എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഡബിൾ എൻജിൻ സർക്കാരാണ്. ഒന്ന് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ജില്ല ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണങ്ങളും സ്ഥാപനങ്ങളും ഭരിക്കുന്നതും ഇടതുപക്ഷമാണ്.
അപ്പോൾ ആ ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫണ്ട് ഇങ്ങനെ ചുരുങ്ങി പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. അതിന് നിങ്ങൾ പറയാൻ പോകുന്ന മറുപടി എനിക്കറിയാം, കേന്ദ്ര സർക്കാർ എന്നായിരിക്കും. പക്ഷേ എന്തൊക്കെ സർക്കാർ വെട്ടിച്ചുരുക്കിയാലും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് കൃത്യമായി കൂട്ടിക്കൊടുക്കുന്നതിന് പകരം അതിൽ പ്രതിസന്ധി പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നത് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സ്ഥലങ്ങൾ നടത്തുന്ന പോലത്തെ അനാസ്ഥയായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. സാധാരണക്കാരന് മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ഇപ്പം മരുന്നില്ല, കാരണം ഗവൺമെൻറ് അടുത്ത് ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഫണ്ട് വകമാറ്റി വെക്കാത്തതാണ് കാരണം. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതേ സ്ഥാനത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാര്യത്തിലും കൃത്യമായി ഫണ്ടുണ്ട്, പല കാര്യങ്ങൾക്കും ഫണ്ട് ചെലവഴിക്കാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു സമീപനം, ഇത് ഇടതുപക്ഷമാണ്, ഹൃദയപക്ഷമാണ് എന്നൊക്കെയാണ് നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം. അപ്പോൾ സാധാരണക്കാരനെ മറന്നുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല. ആ ഒരു സമീപനമാണ് ഈ കണക്കിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ നമ്മൾ ഈ പറയുന്ന ബഡ്ജറ്റിൻ്റെ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ ബുക്കും ഈ ബുക്കും നമ്മളൊന്ന് താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഒരിടത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. അല്ലാത്ത എത്ര കാര്യങ്ങളുണ്ട്, ഞാനത് എണ്ണി പറയുന്നത് സമയമില്ല. ഇത് ഓരോന്ന് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വർഷക്കാലം 4 വർഷക്കാലം നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതികളും അതോടൊപ്പം തന്നെ നമ്മൾ നടപ്പിലാക്കിയ പദ്ധതികളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-20 പദ്ധതിയെങ്കിലും നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടങ്ങൾ മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേരത്തെ ലഹരിയെക്കുറിച്ച് സംസാരിച്ചു. ആ ലഹരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ പറഞ്ഞതിടത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നൈറ്റ് മാർച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ഇതെങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? 13 വയസ്സിൻ്റെയും 17 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളാണ് ഇത് ധാരാളം ഉപയോഗിക്കുന്നത് എന്നുള്ള കണക്ക് ഓരോ ദിവസവും പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം വന്ന കണക്ക് 26,000 കുട്ടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും കസ്റ്റോഡിയനായ നമുക്കാണ് ഇതിൽ കുറച്ചും കൂടി ഇടപെടാൻ സാധിക്കുക. അതിന് നമുക്ക് ക്രിയാത്മകമായി ഏതൊക്കെ തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും, ഇത് കുട്ടികൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ഈ കുട്ടികളെ കണ്ടുപിടിക്കുക, ആ കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇതിലൊന്നും പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല. വളരെ മനോഹരമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. വളരെ മനോഹരമായ ഭാഷയാണ്. അതൊക്കെ ശരിയാണ്. അതൊക്കെ നാട്ടിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അതേ കാര്യമല്ല നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറിയുടെയും കസ്റ്റോഡിയൻ ആയതുകൊണ്ട് തന്നെ ക്രിയാത്മകമായ രീതിയിലുള്ള സമീപനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് 250 ഗ്രാം കഞ്ചാവ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ വെച്ചാൽ ജാമ്യമില്ലാത്ത വകുപ്പായിരുന്നു. ഇന്ന് 1 കിലോ കഞ്ചാവ് കയ്യിൽ വെച്ചാൽ മാത്രമേ പ്രയാസമുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള പ്രയാസം ഇതിൻ്റെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഉൾപ്പെടെയുള്ളവർ പ്രയാസപ്പെടുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്തെങ്കിലും ഈ നിയമത്തിനൊരു മാറ്റം വരുത്തണം എന്ന് നമുക്ക് ഈ ബജറ്റിലെങ്കിലും നമുക്ക് സൂചിപ്പിക്കാമായിരുന്നു. കാരണം നമുക്ക് നിയമപാലകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആ തരത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ പറയുന്ന ഉപദേശങ്ങളുടെയും അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇതിനെ നിയമപരമായി പ്രതിരോധിക്കുകയും അതേപോലെ തന്നെ കൃത്യമായി അതിനെ കണ്ടുപിടിക്കുകയും ചെയ്യാണ് വേണ്ടത്. അത് ആ ഒരു സ്ഥലത്ത് നമുക്ക് ആ രൂപത്തിൽ ഒരു കാര്യത്തിനും ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ മറ്റു സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളെ ജില്ലയിലെ പല സ്കൂളുകളും ക്ലാസ് റൂമിന് ഫിറ്റ്നസ് ഇല്ല. അപ്പം നമുക്ക് അതിനൊരു പ്രൊജക്റ്റ് വേണം. നമ്മൾക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല.
നമ്മളാണ് ഈ പറയുന്നതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂളുകളിലേക്ക് പ്രത്യേക പാക്കേജ് വെച്ചുകൊണ്ട് സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ആ സ്കൂളുകൾ ഈ ക്ലാസ് റൂമുകൾ കൊടുക്കുവാനും അത് പരിഹരിക്കുവാനുമുള്ള കൃത്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും. നമ്മൾ അനിവാര്യ ചുമതലയാണ്. നമ്മൾ ആ അനിവാര്യ ചുമതലകളിൽ നിന്ന് വിട്ടുപോയി മറ്റ് പല കാര്യങ്ങൾക്കും പണം വെച്ചതുകൊണ്ട് നമുക്ക് സത്യത്തിൽ നമ്മൾ ഇന്ന ചെയ്തു എന്നൊക്കെ നമുക്ക് ഭീമു പറയാമെങ്കിലും അതേ തരത്തിൽ നമുക്ക് പൊലിപ്പിച്ച് പറയാമെങ്കിലും നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട നജ്മത്തയുടെ വാർഡിൽ സത്യത്തിൽ ഞാൻ ആ ഭരണസമിതിയിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് വളരെ സങ്കടം തോന്നിയ കാര്യമാണ്. നമ്മൾ സാധാരണക്കാരായ യുവാക്കൾക്ക് കളിക്കുവാനുള്ള സ്ഥലങ്ങളും ഗ്രൗണ്ടും ഉൾപ്പെടെയുള്ളവ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ് നമ്മൾ. ആ സ്ഥലത്ത് നമ്മൾ ചില ന്യായങ്ങൾ പറഞ്ഞ് അവിടെ കൊടുത്ത ഫണ്ട് പിൻവലിച്ചു. പക്ഷെ ഞാൻ ഇന്ന് കേട്ട വാർത്ത, തഹസിൽദാർ അത് അളക്കുകയും അങ്ങനെ കയ്യേറ്റം നടന്നിട്ടില്ല എന്ന് തഹസിൽദാർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? നമ്മൾ അത് യുവാക്കൾക്ക് അനുകൂലമാണോ? യുവാക്കൾക്ക് അനുകൂലമായ എന്ത് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നമ്മൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവിടെയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ച് മാറ്റുന്ന തരത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിൽ നമുക്ക് തിരുത്തൽ വേണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പദ്ധതികൾ മാറ്റിവെക്കുന്നതിന് പകരം അവിടെ എന്താണ് സത്യസന്ധമായി നടക്കുന്നത് ആ തരത്തിലേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കുക. അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ വനിതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങളിലൊന്നും പലതും നടന്നില്ല എന്ന് മാത്രമല്ല, അത് വീണ്ടും ആവർത്തിച്ച് വരികയാണ്. ഇപ്പോൾ നമുക്ക് വ്യവസായ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് ആവർത്തന വിരസമായി നമ്മുടെ ബഡ്ജറ്റുകൾ മാറരുത്. യാഥാർത്ഥ്യത്തിലൂന്നി നടക്കുന്ന വിഷയങ്ങൾ മാത്രം 1, 2, 3 ഇട്ടുകൊണ്ട് കൃത്യമായി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ആ തരത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന ബഡ്ജറ്റ് പ്രാവർത്തികമാക്കാനും അതേപോലെ തന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യുവാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് ആ തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ, പ്രത്യേകിച്ച് ജനസംഖ്യയുടെ ഏറ്റവും വലിയ ശതമാനം വരുന്ന ഏകദേശം 60-ൻ്റെയും 70-ൻ്റെയും മുകളിൽ വരുന്ന യുവാക്കളെയും കൂടിയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമായിരുന്നു. ആ പരിഗണിക്കുന്ന കാര്യത്തിൽ ഈ ബഡ്ജറ്റ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാലും നല്ല ഒരുപാട് പദ്ധതികൾ ഇതിലുണ്ട്. നമുക്കറിയാം, സ്നേഹസ്പർശം പോലെയുള്ള എന്ത് പറഞ്ഞാലും കേരളത്തിൽ തന്നെ അഭിമാനകരമായ പദ്ധതികൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീൽ ചെയറും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഭരണസമിതി എന്ന രീതിയിൽ മാതൃകാപരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. അത് ചെറുതായി കാണുന്നില്ല. പക്ഷേ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. രാജീവ് ഒന്നരക്ക് ഭക്ഷണം ആണോ? രാജീവ് ഓക്കെ, പള്ളി പോകണ്ടിട്ടാ, ആയിക്കോട്ടെ. നാസർക്ക് സംസാരിച്ചു. ഇനി പള്ളി പോകേണ്ട ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ബഹുമാനപ്പെട്ട അധ്യക്ഷ, ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് അടക്കം വേദിയിലും സദസ്യരുമുള്ള ബഹുമാന്യരെ, ഞാൻ കുറച്ചേ പ്രസംഗിക്കുന്നുള്ളൂ. ഞാൻ പ്രസിഡന്റിനോട് നേരത്തെ പറഞ്ഞ അരമണിക്കൂർ എടുക്കും, ഞാനിപ്പോൾ ഇല്ല, കുറച്ചു. നമ്മുടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് മലയാള ഭാഷയുടെ എല്ലാ മനോഹാരിതയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും വാനോളം പുകഴ്ത്താനും വായ്ത്തുപാട്ട് നടത്താനും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെയും വളരെ ഗൗരവത്തോടെയും ബഹുമാനത്തോടെയും കാണുകയാണ്.
അതിൻ്റെ ഉള്ളിലെ ലക്ഷ്യമെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ അക്കാര്യത്തിലും അഭിനന്ദിക്കുകയാണ്. പ്രകടനപരതയുടെ പെരുമഴക്കാലം എന്നതിനപ്പുറത്ത് ഈ ബഡ്ജറ്റിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല. എല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അധികവും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തന്നെ അവതരിപ്പിച്ച ബഡ്ജറ്റ് പുസ്തകമാണിത്. എൻ്റെ കയ്യിലുണ്ട്, അതിന് മുമ്പത്തതുണ്ട്, ശിവാനന്ദേട്ടൻ അവതരിപ്പിച്ചതുമുണ്ട്. അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് കടലാസ് പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ്, പക്ഷേ സുഗന്ധമുണ്ടാവില്ല. നമ്മുടെ വേലിക്കൊള്ളിലുണ്ടാകുന്ന ചെറിയ ചെറിയ പൂക്കൾ നമ്മളാരും മൈൻഡ് ചെയ്യാത്ത പൂക്കാണ്, പക്ഷെ അതിനൊരു സുഗന്ധമുണ്ട്, അതിനൊരു മനോഹാരിതയുണ്ട്, അതിന് പ്രകൃതിയുടെ വല്ലാത്തൊരു രമണീയതയുണ്ട്. പക്ഷേ ഈ കടലാസ് പൂക്കൾക്ക് അതൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷത്തേത് കടലാസ് പൂവായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം മറ്റൊരു ഈ ബഡ്ജറ്റ് എന്ന രൂപത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് പൂവായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ആ രണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിലും ഒരു വ്യത്യാസമുണ്ട്. അദ്ദേഹം സ്ഥിരമായി ഹാഫ് കൈ ഷർട്ട് ഉപയോഗിക്കുന്ന ആളാണ്, ഇപ്പോൾ ഫുൾ കൈ ഷർട്ടാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ആ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലോ അദ്ദേഹത്തിൻ്റെ ഇതിലൊന്നും ഞാൻ വേറെ പുതുമയൊന്നും കാണുന്നില്ല. എന്നാലും നല്ല കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആ കാര്യത്തിലൊക്കെ ഞാൻ അദ്ദേഹത്തെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ സന്നദ്ധമാകുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് പദ്ധതികളെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച്. സ്വപ്നം കാണാൻ ടാക്സ് ഇല്ല, വിഷസ് ആർ വുഡ് ബി ഹോഴ്സസ് എന്നാണ്, ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നെങ്കിൽ എന്നാണ് നമ്മളൊക്കെ ആലോചിക്കാറ്, സാഹിത്യം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സ്വപ്നം കാണുന്നതിന് ടാക്സ് ഇല്ല, GST കൊടുക്കേണ്ട, ഏത് സ്വപ്നവും കാണാം. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വപ്നങ്ങൾ കാണാം. അരിമണിയിട്ട് കുറിക്കാനില്ല, തരിവളയിട്ട് കിലുക്കാൻ മോഹമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാമെന്നതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞു, നോമ്പിനെക്കുറിച്ച് പറഞ്ഞു, വിഷുവിനെക്കുറിച്ച് പറഞ്ഞു, ക്രിസ്മസിനെക്കുറിച്ച് പറഞ്ഞു. എല്ലാം നല്ലതാണ്. ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നല്ല നല്ല വശങ്ങളോടൊക്കെ യോജിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വേദനയോടുകൂടി പറയട്ടെ, നമ്മളൊന്നും ഫോളോ അപ്പ് ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ഞാൻ അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, ഞങ്ങൾ കുറ്റക്കാരാണ്. ആ ബഡ്ജറ്റിൽ പറഞ്ഞ ഏതൊക്കെ 90% നടപ്പിലായി എന്ന് അദ്ദേഹത്തിന് ഒറ്റയടിക്ക് പറഞ്ഞു പോകാൻ കഴിയും. പക്ഷേ ഏതൊക്കെ നടപ്പിലായി എന്നതിനെക്കുറിച്ച് ആലോചിക്കും, ഒരു കാര്യത്തിനും ഫോളോ അപ്പില്ല. ഞാൻ ഏറ്റവും വേദനയോടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ഈ സഭയോടും പറയട്ടെ, ഞാൻ 2 മാസം മുമ്പേ ഇവിടെ ഭരണസമിതി യോഗത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു, ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് നിങ്ങളും ഞാനുമൊക്കെ. എൻ്റെ ഡിവിഷനിൽപ്പെട്ട ഒരു പ്രദേശം മാത്രമല്ല, കോടഞ്ചേരി പഞ്ചായത്തും ഓമശ്ശേരി പഞ്ചായത്തും കട്ടിപ്പാറ പഞ്ചായത്തും താമരശ്ശേരി പഞ്ചായത്തും, ഞങ്ങൾ 4-5 ഡിവിഷൻ മെമ്പർമാരെ ബാധിക്കുന്നത് മാത്രമല്ല, ആ ഒരു പ്രദേശം മുഴുവൻ ഇന്ന് വായുവിന് വേണ്ടി പ്രയാസപ്പെടുകയാണ്, വെള്ളം മലിനസമാക്കപ്പെടുകയാണ്. അവിടെ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഭീമൻ മുതലാളി അവിടെ വന്നു. അവിടുത്തെ ജനങ്ങളെ സ്വൈരജീവിതം നട്ടപ്പാതിര നേരത്ത് കൈക്കുഞ്ഞുങ്ങളുമായി പെണ്ണുങ്ങൾ റോട്ടിലിറങ്ങുന്നു. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. ആ വിഷയത്തിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അന്ന് പ്രസിഡന്റ് പറഞ്ഞു, അടുത്ത ദിവസം നമുക്ക് ആ ഒരു സബ് കമ്മിറ്റി നിയമിച്ച് പോകാം. 2 മാസമായി ഞാൻ ഏകദേശം എല്ലാ ദിവസവും ആ സമരപന്തലിൽ പോകാറുണ്ട്. ആ സമരപന്തലിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാവരും പങ്കെടുക്കുന്ന സമരമാണ്. അവരെന്നോട് ചോദിക്കും, നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൽ തീരുമാനം എന്തായി എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസവും, മനുഷ്യന് മറവി സ്വാഭാവികമാണല്ലോ, എനിക്കും മറവി ഉണ്ടാകും, പ്രസിഡന്റും നിങ്ങൾക്കൊക്കെ മറവി ഉണ്ടാകും. പ്രസിഡന്റ് വീണ്ടും ഞാൻ ഉണർത്തി. പക്ഷേ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഇന്നും അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു തീരുമാനം, ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് എല്ലാ ആദരവ് നിരത്തി ഈ സഭയോട് പറയട്ടെ, ആ കാര്യത്തിൽ അവിടെ പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ, ഒരു ശ്വാസത്തിന് വേണ്ടി, ശുദ്ധവായുവിന് വേണ്ടി, ശുദ്ധജലത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന അവരോട് മനസ്സുകൊണ്ടെങ്കിലും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്കെന്ത് നില, നമ്മളെന്ത് ജനപ്രതിനിധികൾ, എന്ത് അധികാരം നമുക്കുള്ളത്? ആ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണമെന്ന് വളരെ വേദനയോടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സോളാർ വിദ്യാഭ്യാസ പദ്ധതി മാത്രമല്ല, സോളാർ നമ്മുടെ എല്ലാ കാര്യത്തിലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. സോളാർ പാനലുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ നമ്മളവിടെ കെട്ടിവെച്ചിട്ട് വർഷങ്ങളായി. എല്ലാ യോഗത്തിലും പറയും അവരെ വിളിക്കാം, നടപ്പിലാക്കാം. എവിടെ? ഇതിൻ്റെ പലിശ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ചില പദ്ധതി നമ്മൾ നടപ്പിലാക്കായിരുന്നു. ആ കാര്യം ഇത് വിമർശനം മാത്രമല്ല, ക്രിയാത്മകമായ വിമർശനം എന്ന രൂപത്തിലാണ് ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത്. ആ സോളാർ പാനലിൻ്റെ കാര്യത്തിലുണ്ടാവണം. ഇവിടെ ജില്ലാ പഞ്ചായത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വൈസ് പ്രസിഡന്റ് അതിനത് അഭിനന്ദിക്കുകയാണ്. പോരായ്മകളുണ്ടാവാം. കേവലം പ്രകടനപരതക്കപ്പുറത്തേക്ക് നേരത്തെ ഇവിടെ ദുൽക്കിഫിൽ സൂചിപ്പിച്ചു, സ്കൂളുകൾ അടച്ചു. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഏറ്റവും വലിയ ബോധവൽക്കരണം നടത്തേണ്ടിയിരുന്നത്. അതിന് കൗൺസിലർമാരെ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആ സ്കൂൾ കൗൺസിലർമാർ ലിസ്റ്റ് നമ്മളെന്നോ തയ്യാറാക്കി.
ഇന്നലെയാണ് അതിന് അംഗീകാരം കൊടുത്താൽ നമുക്ക് സാധിച്ചത്. ചിലപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആയിരിക്കില്ല ഉത്തരവാദിത്തം, ആരായിരുന്നാലും ശരി. ഞാനടക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു അംഗം എന്ന നിലയ്ക്ക് ഞാനടക്കം അതിൽ ഉത്തരവാദിയാണ്. ആ കുട്ടികളെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ആ കുട്ടികളും ആ ഒരു രക്ഷിതാക്കളുമാണ്. ഇന്നലെയാണ് ബാലുശ്ശേരിയിൽ പനായിൽ നമ്മുടെ പ്രേമ മെമ്പറുടെ നാട്ടിലാണ് അച്ഛനെ മകൻ വെട്ടിക്കൊന്നത്. കുറച്ച് വർഷം മുമ്പ് ഇന്നലെ ജ്യേഷ്ഠനാണ് അച്ഛനെ വെട്ടിക്കൊന്നതെങ്കിൽ കുറേ വർഷം മുമ്പ് അനിയൻ അമ്മയെയും വെട്ടിക്കൊന്നിരുന്നു. താമരശ്ശേരിയിൽ വേറെ. അങ്ങനെ നമ്മുടെ ചെറിയ കുട്ടികൾ പോലും രാസലഹരിയുടെ അടിമകളായി എന്താണ് ചെയ്യുന്നവർ അറിയുന്നില്ല. ഈ കുട്ടികളെ ഈ പ്രായത്തിൽ സ്കൂളുകളിൽ വെച്ച് നമുക്ക് പിടിക്കാൻ സാധിക്കണം, അവരെ ക്യാച്ച് ചെയ്യാൻ സാധിക്കണം, ബോധവൽക്കരിക്കാൻ സാധിക്കണം. അവരെ സത്യത്തിൻ്റെ പാതയിലേക്ക്, ധർമ്മത്തിൻ്റെ പാതയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ ഈ സ്കൂൾ കൗൺസിലർമാരെ കൊണ്ട് നമുക്ക് സാധിക്കുമായിരുന്നു. സ്കൂൾ അടച്ച് നാളെ കൗൺസിലർമാർ സ്കൂളിലേക്ക് പോകുന്നു. അതിലെന്ത് ഗുണമെന്ന് എനിക്കറിയില്ല, വിലയിരുത്തേണ്ടത് നമ്മളാണ്. അതല്ല വേണ്ടത്. ആ കാര്യത്തിൽ നമുക്ക് അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്നിനും ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യത്തിലെങ്കിൽ പോലും പുതിയ തലമുറയെ, ടീനേജേഴ്സിനെ പിടിച്ച് അവരെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഒരു ജില്ലാ പഞ്ചായത്ത് നിലയ്ക്ക് നമുക്ക് സാധിക്കണം. അത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റിൻ്റെ പ്രയോഗത്തിൽ പറഞ്ഞു, ചൂരൽമല കേന്ദ്രമാണ് ഉത്തരവാദി. കേന്ദ്രത്തെ നമ്മളെല്ലാ കാലത്തും കുറ്റം പറയുന്നവരാണ്. നമ്മളൊക്കെ എല്ലാ കാലത്തും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അരി ചോദിച്ചാൽ കേന്ദ്രം തരണം, പണി ചോദിച്ചാൽ കേന്ദ്രം തരണം, തുണി ചോദിച്ചാൽ കേന്ദ്രം തരണം. അതാണ് നമ്മൾ പഴകിപ്പൊളിച്ച മുദ്രാവാക്യം. കേന്ദ്രം ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി അവിടെ വന്ന് അവിടുത്തെ ആളുകളെ കണ്ട് ഒരു കുട്ടിയെ കാല് പിടിച്ച് നമ്മൾ കണ്ടാണ്. അവിടുത്തെ ഒരു പാവപ്പെട്ട കുട്ടിയെ പിടിച്ച് ഞാനെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് കേന്ദ്രം പറഞ്ഞ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിലൊന്നും അഭിപ്രായത്തെ ആവശ്യമില്ല. പക്ഷേ കേരളത്തിൻ്റെ കയ്യിലും ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ കോടിക്കണക്കിൽ രൂപ കെട്ടിക്കിടക്കുമ്പോഴും അവിടെ ഇന്നും വാടക കൊടുക്കാൻ പ്രയാസപ്പെടുന്നു അവിടുത്തെ ദുരിതബാധിതർ. എന്തേ നമുക്ക് അത് കേരളത്തിൽ ചെയ്യാൻ സാധിക്കില്ലേ? അവിടുത്തെ ആളുകൾ ഇന്ന് പ്രയാസത്തിലാണ്. അതുകൊണ്ട് കേന്ദ്രത്തെ മാത്രം പഴിചാരി എല്ലാ കാര്യത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല. കേന്ദ്രം നല്ലത് ചെയ്തു ഞാൻ പറയുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് മഹാപാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം പാളിച്ച ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കരകയറാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ വാണിമേലെ ദുരിതബാധിതർ എന്ത് ചെയ്തു എനിക്കറിയില്ല. ജില്ലാ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൂരൽമലയിലേക്ക് നമ്മളെ സംഭാവന കൊടുത്തിട്ടുണ്ടാവും. വാണിമേലിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാം കൂട്ടിയോജിപ്പിക്കേണ്ട കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പരാജയമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറപ്പ്, ബഡ്ജറ്റിൽ നമ്മൾ കോടികളെ കണക്ക് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കേട്ട് മണ്ഡലത്തിൽ പോയി, ഡിവിഷനിൽ പോയി നിങ്ങളും ഞാനൊക്കെ പറയും അതിന് കുടിവെള്ളത്തിന് പണം കിട്ടും. 5 വർഷമായി എൻ്റെ ഡിവിഷനിൽ 2 കുടിവെള്ളം പൂർത്തീകരിക്കാൻ പണം ചോദിക്കുന്നു. ഇവിടെ കൊടുക്കുന്നവരും വാങ്ങുന്നവരുമാണ്. ജില്ലാ പഞ്ചായത്തിൽ ഒരു യൂണിറ്റായി കാണുമെന്നൊക്കെ പ്രസംഗത്തിലല്ലാതെ ഇവിടെ കൊടുക്കുന്നവരും വാങ്ങുന്നവരാണ്. ഇപ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ 1 നിങ്ങൾക്ക് തരാൻ കഴിയും, 10 ലക്ഷം തരാൻ കഴിയും. കോടികൾ ലാപ്സാകുന്നു പല പദ്ധതിക്കും വേണ്ടി. അങ്ങനെ കുടിവെള്ളത്തിന് പോലും ഒരു ദീർഘവീക്ഷണത്തോടെ കൈകാര്യം ചെയ്യാൻ, മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ളം പൂർത്തീകരിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഞാനടക്കമുള്ള നമ്മളൊക്കെ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ നല്ല വശങ്ങളെ ഉൾക്കൊള്ളുകയും പോരായ്മകൾ നികത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയമാ നദി പുറകോട്ടൊഴുകി സ്മരണതൻ പൂവണി താഴ്വരയിൽ സംഭവ മലരുകൾ വിരിഞ്ഞു വീണ്ടും. നമസ്കാരം, ജയ് ഹിന്ദ്. ഓക്കെ, രാജീവ്. ബഹുമാന്യരെ, നമ്മുടെ ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റിൻ്റെ ആമുഖ പ്രസംഗവും അതേപോലെ ബഡ്ജറ്റ് പ്രസംഗവും കാലിക പ്രസക്തവും യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കുന്നതുമായ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉയർന്ന ബോധ നിലവാരത്തെ ഉയർത്തിക്കാട്ടുന്ന പ്രസംഗമായിരുന്നു എന്ന് നമ്മൾക്കെല്ലാവർക്കും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്.
സാധാരണ ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന് നമ്മുടെ നാട്ടിൽ ഒരു പ്രയോഗമുണ്ട്. പക്ഷേ ഏട്ടിലെ പശു പുല്ലു തിന്നുമെന്നും വേണമെങ്കിൽ പുല്ലു തീറ്റിക്കുമെന്നും ഉള്ള ഒരു യാഥാർത്ഥ്യ ബോധം നമ്മളുടെ മുൻകാലത്തെ കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലാണ് നമ്മുടെ കഫ്തീരിയ, അതേപോലെ നമ്മളുടെ ഭരണഘടനാ ചത്വരം ഇവിടെ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. സ്വപ്നങ്ങളായിരുന്നു അത്. പക്ഷേ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിലെ സ്വപ്നങ്ങളും നാളുകളിൽ യാഥാർത്ഥ്യമാകും. ആ യാഥാർത്ഥ്യമാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്ന് ഈ കഴിഞ്ഞ 4 വർഷം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ഉദാഹരണങ്ങൾ തപ്പി ഒരുപാട് അലയേണ്ടതില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള പുരസ്കാരങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. ആർദ്ര കേരളം പുരസ്കാരം, സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം, വയോസേവന പുരസ്കാരം, ഊർജ സംരക്ഷണ പുരസ്കാരം, ക്ഷീരസംരക്ഷണ പുരസ്കാരം, ഇങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങളുടെ നിറവിലാണ് ഈ ഭരണസമിതി നിൽക്കുന്നത് എന്നത് തന്നെ കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മൾ എന്നുള്ളതാണ്. APJ അബ്ദുൽ കലാം നമ്മുടെ രാഷ്ട്രപിതാവാണ്, ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, ഉറങ്ങുമ്പോൾ കാണാൻ ഉള്ളതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണാനുള്ളതാണ് എന്ന്. സ്വപ്നങ്ങളാണ് നമ്മളെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കുക. ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഉണർന്നിരുന്നു കൊണ്ട് സ്വപ്നം കാണുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഫ്തീരിയയിൽ നിന്ന് കോഫി കുടിച്ച് ഭരണഘടനാ ചത്വരത്തിൽ നിന്ന് സെൽഫി എടുക്കാൻ മാത്രമല്ല നമ്മളതുണ്ടാക്കിയത്. കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഈ കാലഘട്ടത്തിൻ്റെ ജനാധിപത്യം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആ ഭരണഘടനാ ചത്വരത്തിൻ്റെ ആവശ്യകത. അതിനനുസരിച്ചാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. വളരെ വലിയ പുതുമയാണ് വൈസ് പ്രസിഡന്റ് ഈ ബഡ്ജറ്റിലൂടെ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അരിസ്റ്റോട്ടിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്, നമ്മളെന്താണ് ചെയ്യാൻ പഠിക്കുന്നത് അത് നമ്മൾ പഠിക്കുന്നത് അക്കാര്യം യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടാണ് എന്നാണ്. അത് പറഞ്ഞിട്ടുള്ളത് അരിസ്റ്റോട്ടിലാണ്. ഇവിടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന വലിയ ഒരു മാതൃക നമ്മൾക്ക് ഇവിടെ കാണിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്. ചില വിമർശനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടിലെ ഒരു മൊഴിയാണ്, ഒരു പേർഷ്യൻ പഴമൊഴിയുണ്ട്. അതിങ്ങനെയാണ്, ലോകത്തെ നമ്മൾ കാണുന്നത് അത് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെയല്ല, മറിച്ച് നമ്മളെങ്ങനെയാണോ അങ്ങനെയാണ് എന്നാണ്, അല്ലേ? അതൊരു പേർഷ്യൻ പഴമൊഴിയാണ്. ലോകത്തെ നമ്മൾ കാണുന്നത് അത് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെയല്ല, മറിച്ച് നമ്മളെങ്ങനെയാണോ ഉള്ളത് അങ്ങനെയാണ്. എങ്ങനെയായാലും അങ്ങനെയേ കാണാൻ കഴിയൂ എന്ന് തോന്നിയാൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല. എത്ര നല്ലത് കണ്ടാലും അത് ഇങ്ങനെയൊക്കെയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു റോസാച്ചെടിയിൽ മുള്ളുകളുണ്ട് എന്ന് പരാതി പറയാം, മറിച്ച് ഒരു മുൾച്ചെടിയിൽ റോസാപ്പൂകളുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം. ഏതാണ് ഏറ്റവും അഭികാമ്യമെന്ന് നമ്മൾക്ക് പരിശോധിക്കുന്നതെന്നാവും. ഒരു റോസാച്ചെടിയിൽ മുള്ളുകളുണ്ട് എന്ന് പരാതി പറയുന്നതാണോ, അതല്ല ഒരു മുൾച്ചെടിയിൽ റോസാപ്പൂകളുണ്ട് എന്ന് ആശ്വസിക്കുന്നതാണോ? രണ്ടാമത്തതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുകയാണ്. ലഹരിക്കെതിരെ വെറും ഒരു പ്രസംഗം മാത്രമല്ല, ഒരു വലിയ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്, നമുക്ക് ക്യാമ്പയിൻ വേണം, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റും വേണം. ക്യാമ്പയിനും എൻഫോഴ്സ്മെൻറ്റിനും തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു നല്ല ഒരു പദ്ധതിയുടെ പ്ലാൻ
ചെയ്തതിന് ശേഷമാണ് വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റിൽ ആ വിഷയം ഇവിടെ പരാമർശിക്കുക. അത് നമ്മൾ വരുംകാലങ്ങളിൽ കാണാൻ പോവുകയാണ്. കരൾ പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്ന് പറഞ്ഞത് എ അയ്യപ്പൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ കവിയാണ് അല്ലേ. നമ്മൾ വലിയ വെല്ലുവിളിയാണ് ഈ കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന. നമുക്ക് പറയാം, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് എന്ന് നമ്മളോട് പറഞ്ഞത് കടമനട്ടയാണ്. ആ ഉൾക്കണ്ണ്, ആ ഉള്ളിലെ കണ്ണ് ജ്വലിപ്പിച്ചു നിർത്താൻ നമുക്ക് ക്യാമ്പയിൻ ആവശ്യമാണ്. എൻഫോഴ്സ്മെൻറ്റ് വേണം, അതോടൊപ്പം തന്നെ ക്യാമ്പയിനും വേണം. എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം നമുക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. ആ രീതിയിൽ വിമുക്തി മിഷൻ കേരളത്തിൽ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. കേരളത്തിലെ വിമുക്തി മിഷൻ നിയമസഭ അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മൾക്കും അതിനനുസൃതമായ കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാകണം. ഒരു ബഡ്ജറ്റ് പ്രസംഗം മാത്രമല്ല, അതിനപ്പുറം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു വലിയ സാംസ്കാരിക പ്രസംഗം കൂടിയാണ് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വൈസ് പ്രസിഡന്റ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിലേറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കൾച്ചറൽ പാർക്ക് എന്ന് പറയുന്ന ഈ ആശയം, അത് ജീവിതം തന്നെയാണ് ലഹരി, ജീവിതത്തെ ആ രീതിയിൽ കാണണം എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ കൾച്ചറൽ പാർക്കിനൊക്കെ വളരെ വലിയ പ്രാധാന്യമുണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കണം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ ഇവിടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ നമ്മുടെ തുടർച്ചയാണ്. ഇതൊരു തുടർ പ്രവർത്തനമാണ്. ഭരണസമിതി യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ല നമ്മൾക്ക് ബഡ്ജറ്റ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഒരു പ്രതീക്ഷിത വരും പ്രതീക്ഷയിലും വെച്ച് നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിനെ വല്ലാത്ത ഒന്നും രീതിയിൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചൂണ്ടിക്കാണിച്ചൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത്. ഇവിടെ വൈസ് പ്രസിഡന്റ് അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ചെയ്യാം എന്ന് അറിയുന്നതാണ് നമ്മുടെ നൈപുണ്യം. അത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് സദ്ഗുണം എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഇത് പറഞ്ഞത് ഡേവിഡ് സ്റ്റോർ ജോർദാൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. അതാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. ആ ജ്ഞാനവും നൈപുണ്യവും അതോടൊപ്പം തന്നെ ആ സദ്ഗുണവും ഒരേ സമയം ഈ ബഡ്ജറ്റിൽ പ്രാവർത്തികമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണസമിതിയെ ഉയർത്തുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫാമുകളിലെ വരുമാനത്തെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഈ കഴിഞ്ഞ 4 വർഷത്തെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഫാമുകളിലെ വരുമാനം വലിയ തോതിൽ ഇപ്പം വർദ്ധിച്ചിട്ടുണ്ട്. ആ വർദ്ധിച്ചത് ആ ഫാമുകളിൽ നടന്നിട്ടുള്ള ഇടപെടലാണ്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ശക്തമായ ഇടപെടലുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഫാമുകളിലെ വരുമാനം നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല ഇത്. സംഭവം എന്താ വെച്ചാൽ പല പദ്ധതികളും നമുക്ക് നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പദ്ധതി പണം ഉപയോഗിക്കാതെ തന്നെ മറ്റ് മാർഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് ചില പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് പദ്ധതി പണം ആവശ്യമില്ല. ആ പദ്ധതി പണം ഉപയോഗിക്കാതെ എങ്ങനെ മറ്റ് ധനകാര്യ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതികൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന ഒരു രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള ബഡ്ജറ്റ് അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യബോധമുള്ള ഒന്ന് തന്നെയാണ് എന്നാണ്. പിന്നെ കേന്ദ്രത്തെ പറയുമ്പോൾ ആർക്കും അങ്ങനെ നോവേണ്ട കാര്യമില്ല. കേന്ദ്രത്തെ പറയുമ്പോൾ എന്തിനാണ് നമുക്ക് നോവേണ്ട കാര്യം? യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്നത്. ആ യാഥാർത്ഥ്യം പറയുമ്പോൾ എന്തിനു നോവണം? വയനാട്ടിൽ നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് 6000 രൂപ ഇപ്പം വാടക കൊടുത്തുകൊണ്ടാണ് സർക്കാർ അവരെ സംരക്ഷിക്കുന്നത്. ഓരോ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് 6000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഏർപ്പാട് ചെയ്തു. 75 കോടി രൂപയാണ് അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അവിടെ ആ ടൗൺഷിപ്പിൻ്റെ തറക്കല്ലിടൽ പരിപാടി അവിടെ നടന്നു കഴിഞ്ഞു. ആ രീതിയിലുള്ള അപ്പോഴും
പിന്നെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നൽകേണ്ടിയിരുന്ന പണം, കേന്ദ്രം നൽകേണ്ടിയിരുന്ന പണം കൃത്യമായിട്ട് നൽകാത്തതിൻ്റെ ഫലമായി നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. അതൊരു ജനാധിപത്യത്തിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനോട് പോസിറ്റീവായ രീതിയിലുള്ള ഒരു പ്രതികരണവും അതിനോട് ആ രീതിയിലുള്ള ഒരു സമീപനവുമാണ് നമ്മൾക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ നമുക്ക് ത്വരിതഗതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ലാതെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ പറയുമ്പോൾ അറിയാതെ ഉള്ളിൽ നമുക്ക് നോവ് അനുഭവിക്കുകയും ആ നോവ് അറിയാതെ പുറത്തേക്ക് ചാടിപ്പോവുകയും ചെയ്യുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വായനശാലകൾക്ക് പുസ്തകം നൽകാൻ ഉള്ള ഒരു പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം എന്ന് വൈസ് പ്രസിഡൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഏറ്റവും മനോഹരമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലവിലുള്ള വരുമാനത്തിൽ കണ്ടറിഞ്ഞുകൊണ്ടുള്ള പുതിയ വരുമാനത്തെ ആർജിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബഡ്ജറ്റിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുകയാണ്. സമയം 1:30 നമുക്ക് ഭക്ഷണത്തിന് ശേഷം ഇനിയും 12 പേര് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുണ്ട്. ഓക്കെ, ഭക്ഷണത്തിന് ശേഷം ഒരു 2 മണി മതിയോ? 2:30 ആയിക്കോട്ടെ. 2:30